സുരേഷ് ഗോപി ഒരു രാജാവാണ്. രാജഭരണകാലത്തായിരുന്നുവെങ്കിൽ ആ സ്ഥാനത്തിരിക്കുവാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി. എന്നാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം ഒരു തരത്തിലും അർഹനല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ജന്മിയുടെ ശൈലി, സവർണ മനോഭാവത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു രാജാവിന്റെ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന സുരേഷ് ഗോപിയെ പലവട്ടം നമ്മൾ കണ്ടു. ക്ഷേത്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രകൾ പോലും പലപ്പോഴും തിരുവിതാംകൂർ രാജകുടുംബത്തിലെ രാജാക്കന്മാരെ പോലും ലജ്ജിപ്പിക്കുന്നതാണ്. കുറച്ചു നാളുകൾക്ക് മുൻപേ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഒരു യാത്രയിൽ ജനങ്ങൾ അദ്ദേഹത്തെ വണങ്ങുന്നതടക്കം ദൃശ്യമായിരുന്നു. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ ആളുകൾ രംഗത്ത് വന്നു. രാജഭരണം മൺമറഞ്ഞ് ജനാധിപത്യം നിലവിൽ വന്ന ശേഷം ഇത്തരം കാഴ്ചകൾ ഒരു അശ്ലീല ദൃശ്യം പോലെയായിരുന്നു. രാജാധിപത്യം മൺമറഞ്ഞ് ജനങ്ങളിലേക്ക് അധികാരം എത്തിയെങ്കിലും അതൊക്കെ മറന്നുകൊണ്ട് രാജാവിനെ കൈകൂപ്പുന്ന ഒരു പ്രവണത, സ്വന്തം വ്യക്തിത്വവും സ്വന്തം സ്വത്വവും ഒക്കെ മറ്റൊരുവന്റെ കാൽക്കൽ അടിയറവ് വയ്ക്കുന്നതിന് തുല്യമാണെന്ന് വരെ വാഗ്വാദങ്ങൾ ഉണ്ടായി. എന്നാൽ തിരുവിതാംകൂർ മഹാരാജാവിനേക്കാൾ തലയെടുപ്പോടെയാണ് ജനാധിപത്യ രീതിയിൽ അധികാരത്തിലെത്തിയ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഓരോ നിമിഷത്തെയും പെരുമാറ്റങ്ങൾ. അധിക നാൾ മുൻപല്ല അദ്ദേഹം തന്റെ ഡ്രൈവറെ തല്ലുന്ന കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിലും അല്ലെങ്കിലും എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ 2-3 പരിചാരകരുണ്ടാവും. അവരുടെ ജോലി അദ്ദേഹത്തിന്റെ പാദരക്ഷകൾ കൊണ്ടു നടക്കുക, അദ്ദേഹത്തിന് മുഖം തുടയ്ക്കാനുള്ള ടവലുകൾ കൊണ്ടു നടക്കുക എന്നതൊക്കെയാണ്. സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ഇത്രയും നാൾ ജീവിച്ചത് ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ ഒരു നടനായിരുന്നു. നടനായി അദ്ദേഹത്തിന്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ സമ്പാദിച്ച സ്വരൂപിച്ച പണമൊക്കെ ഇത്തരത്തിൽ പരിചാരകർക്ക് കൊടുക്കാം, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. എന്നാൽ നടൻ എന്നതിന്റെ അപ്പുറം അദ്ദേഹം ഇന്ന് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യ രാജ്യത്തെ ഓരോ പ്രജകൾക്കും മുകളിലാണ് ഇന്ന് അദ്ദേഹം. ഓരോ ഘട്ടങ്ങളിലും പ്രജ എന്ന് ജനങ്ങളെ എടുത്തു പറയുന്ന ആ രീതി പോലും രാജഭരണകാലത്ത് അനുസ്മരിപ്പിക്കുന്നതാണ്. ഇന്ത്യ എന്ന് പറയുന്ന പരമാധികാര ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് കീഴെയാണ് സുരേഷ് ഗോപി എന്ന ജനപ്രതിനിധി. ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നിറവേറ്റാൻ അവർ ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധി. ആ ഒരു അടിസ്ഥാനപരമായ ചുമതലയൊക്കെ മറന്നുകൊണ്ട് അധികാരം രാജാവിന് തുല്യമായി കണക്കാക്കുന്നതൊക്കെ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. ആ രീതികളെ ആഘോഷിക്കുന്നത് തന്നെ തീർത്തും തെറ്റാണ്. ഏറ്റവും ഒടുവിലായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു ദൃശ്യമാണിത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അദ്ദേഹം വരുന്നത് ഒരു സ്റ്റേറ്റ് കാർ ആണെന്നുള്ളതാണ്. ആ കാറിൽ വന്നിറങ്ങുന്ന സുരേഷ് ഗോപിക്ക് മുന്നിൽ ചെണ്ടമേളക്കാരുണ്ട്, ജനങ്ങളുണ്ട്. അവർക്ക് നടുവിലൂടെ ചുവന്ന പരവതാനി വിരിച്ച വീതിയിലൂടെ ഒരു രാജാവിന് സമാനമായി കടന്നു വരുന്ന സുരേഷ് ഗോപിയുടെ മുഖത്ത് തന്നെ ഒരു അധികാരഭാവമുണ്ട്. അതിനിടയിൽ നിന്ന് അറിയാതെ അദ്ദേഹത്തിന് നേർക്ക് വരുന്ന ഒരു കൈ അദ്ദേഹം തട്ടിത്തെറിപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഒരു മനോഭാവം അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. എത്ര ആളുകളുടെ മുന്നിൽ വെച്ചാണെങ്കിലും സ്വന്തം വികാരങ്ങളെ അടക്കി നിർത്താനുള്ള ശേഷിയില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറി എന്നതടക്കമുള്ള ആരോപണങ്ങൾ വന്നതും അദ്ദേഹത്തിന്റെ ഈ ദൗർബല്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇക്കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ അത് സുരേഷ് ഗോപി എന്ന മനുഷ്യനെ ജനങ്ങൾക്കിടയിൽ തന്നെ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിക്കാൻ ഇടയാക്കും. കുറച്ചുനാൾ മുൻപ് വരെയുള്ള തെരഞ്ഞെടുപ്പ് മത്സരങ്ങളിൽ തോറ്റിരുന്ന ഒരു സാധാരണ BJP നേതാവല്ല ഇന്ന് അദ്ദേഹം. മറിച്ച് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങളുടെ ജനപ്രതിനിധിയാണ് ഇന്ന് അദ്ദേഹം. വാക്കുകളിൽ മാത്രം ജനങ്ങളോട് അടുത്തു നിന്ന് പ്രവൃത്തികളിൽ ജനങ്ങളിൽ നിന്ന് അകലുന്ന പഴയ സിനിമാ നടന്റെ വേഷം അവിടെ തന്നെ അഴിച്ചു വെച്ചില്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വീണ്ടും സിനിമയിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടി വരുമെന്ന കാര്യം തീർച്ചയാണ്.